നമ്മളൊരു യൂട്യൂബ് ചാനലിനാണ്, അർബൻ ഡെമോക്രസി എന്നാണ് ചാനലിന്റെ പേര്. പ്രോഗ്രാമിന്റെ പേര് എല്ലാം ശരിയായോ എന്നാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാം ശരിയാകും എന്നുള്ളത്. സത്യത്തില് എല്ലാം ശരിയായോ? ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. എല്ലാം ശരിയായെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ശരിയായെന്നാണ് വിശ്വാസം. നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? നല്ല ഭരണമാണ്. നല്ല ഭരണമാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ പെൻഷന്റെ ഇതൊക്കെ കൂട്ടിയല്ലോ, അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ്? എല്ലാം ശരിയായോ? തീർച്ചയായും ഇടതുപക്ഷ സർക്കാർ ഇപ്പം 9.5 വർഷക്കാലം കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പം മാതൃകയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പെൻഷനാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഏറ്റവും ജീവിത പ്രശ്നമാണല്ലോ ഈ മരുന്നിനും ഗുളിക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് വീട്ടമ്മമാര് മറ്റു മക്കളെ ആശ്രയിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വീടുകളിൽ സർക്കാർ എത്തി എന്നുള്ളതാണ് നമുക്കിപ്പം ഈ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് മനസ്സിലാകുന്നത്. കൂടാതെ പിന്നെ ഇനിയും ഇടതുപക്ഷ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജനവിഭാഗങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. ഇപ്പം നമ്മള് കേരള സംസ്ഥാനം ഏറ്റവും 28ാമത് കടന്നിട്ട് ഇപ്പം 1ാം റാങ്കിലേക്ക് വരികയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം അതുപോലെ ആരോഗ്യ മേഖല എല്ലാം മെച്ചപ്പെടുന്നു. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ടത്. അപ്പൊ നമ്മുടെ സർക്കാർ തന്നെ പറയുന്നു ഇപ്പൊ അതിദാരിദ്ര്യ കേരളം എന്നുള്ള ലിസ്റ്റ് ഒന്നും ഇപ്പൊ ഇവിടെ ഇല്ല. ആ ഒരു വാക്യത്തോട് യോജിക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മള് ദാരിദ്ര്യവാസികളാണ് എന്നുള്ളതിന്റെ അല്ല, ദാരിദ്ര്യം മാറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്ത പ്രവൃത്തികളാണ് നമ്മൾ നേരെ കാണേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് ദാരിദ്ര്യം മാറാൻ വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ചുമ്മാതെ വീട്ടിലിരിക്കുന്ന 30 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ മാസം കൊടുക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് 1000 രൂപ വീതം കൊടുക്കുന്നു. പെൻഷൻ 2000 രൂപ വീതം വർദ്ധിപ്പിച്ചു.